कृपया सभी अपने स्थान पर पधारेंगे। अब परेड कमांडर श्री अपने स्थान पर पधारेंगे। अब परेड कमांडर श्री मंच की ओर आते माननीय मुख्यमंत्री महोदय से अनुरोध करेंगे। അപ്പോൾ ഈ കാണുന്ന അമ്പുവിൻ്റെ ഒരു ആഗ്രഹ സഫലീകരണം കൂടിയാണ്. അപ്പോൾ ഇവിടെ ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് അമ്പുവിന് കാണുമെന്ന് പറഞ്ഞു മിസ്റ്റർ മോഹൻ യാദവിനെ. അപ്പോൾ അമ്പുവിന് കാണാൻ പറ്റി. അമ്പുവിന് ഭയങ്കര സന്തോഷമായി പോയി കണ്ടതിൽ. അമ്പുവിന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫോട്ടോ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അമ്പുവിന്. General Dr. Mohan आदरणीय मेरे विश्वासी सैकड़ों हाथों द्वारा कोई विश्वास से जन्म लेता है कथनी और कथनी के बीच അങ്ങനെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നമ്മൾ അടുത്തൊരു മാളുണ്ട് ഭോപ്പാലിൽ. അപ്പം നമ്മൾ അങ്ങോട്ട് വന്നേക്കുവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു. ഇവിടെ ഈ മുകളിലെത്തിയപ്പോഴത്തേക്കിന് കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഒരു 9:30 ആയപ്പോഴത്തേക്കിന് ഞങ്ങളിവിടെ വന്നു. അപ്പോഴത്തേക്കിന് അമ്പുവിന് ഈ ഗെയിം സോണിൽ കളിക്കണമെന്നൊക്കെ പറഞ്ഞ് കയറിയപ്പോഴത്തേക്കിന് നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് അവളെ കളിക്കാനായിട്ട് അതിലെല്ലാം പോയി അതിൻ്റെ ബട്ടണിലെല്ലാം പോയി ക്ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ അണ്ണനും ചുമ്മാ കൂടെ നിൽക്കുവാണ്. അപ്പോൾ അവളിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അണ്ണൻ എന്നോട് ചോദിച്ചു അവളെ അതിലോട്ട് കളിപ്പിക്കാനായിട്ട് വിടട്ടെ എന്ന്. പിന്നെ അമ്പുവിനോട് ചോദിക്കുമായിരുന്നു അണ്ണൻ കളിപ്പിക്കണോ എന്നൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കളിക്കുമല്ലേ എന്ന്. അപ്പോൾ അണ്ണൻ പറയുമായിരുന്നു അതിന് കാശ് കൊടുക്കണം എന്നാലേ ശരിക്കും കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എന്നിട്ട് അവൾ വിശ്വസിച്ചില്ല. അവൾ ഇതാണ്ട് തന്നെ പോയി അതിലെല്ലാം അവൾ തന്നെ ആയി ചെയ്യുന്നെന്നുള്ള വിചാരത്തിലാണ് ഈ പോയി കിടന്ന് ഈ കളിക്കുന്നതൊക്കെ. അപ്പം ഞാനും അണ്ണനും കൂടെ സംസാരിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ വെറുതെ 500 രൂപ കൊടുത്ത് നമ്മൾ ഒരു കോയിൻ ഒരു പാസ് മേടിക്കും. അപ്പോൾ അതിൽ പോയി കളിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തീരുകയും ചെയ്യും. അപ്പം പിന്നെയും അവൻ്റെ ഒരു മത്ത് പിടിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും കൊടുക്കണം, നമുക്ക് പിന്നെയും കളിക്കണം എന്നുള്ള ഒരു ഇത് വരും. വെറുതെ കാശ് കളയാമെന്നാണ് എനിക്കിത് കണ്ടാൽ തോന്നുന്നത്. നമ്മൾ പല പ്രാവശ്യം പിള്ളേരെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അമ്പു വളരെ കുറവാണ് പോയിട്ടൊക്കെ ഉള്ളത്. ഗൗരി കൂടുതൽ പോയിട്ടുണ്ട്. അപ്പോൾ തടി ഈ ഒരു ഗെയിം കളിച്ചപ്പോഴത്തേക്കിന് അത് തന്നെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്പു വിചാരിക്കുന്ന അമ്പുവാണ് ഈ കളിക്കുന്നത്, ഈ ബോളൊക്കെ വന്ന് ഈ ബാസ്ക്കറ്റിലോട്ട് വീഴുന്നത് അമ്പു ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ള വിചാരത്തിലായി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ അവളോട് പറഞ്ഞു കുഞ്ഞല്ല ഈ ചെയ്യുന്നത്, അതൊരു TV പോലെ അതിനകത്ത് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളെ കാര്യം. അപ്പം ഞങ്ങൾ ചോദിച്ചു കളിക്കണോ അതോ ചീസ് കേക്ക് വേണോ എന്ന്. അവൾ നമ്മളോട് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചീസ് കേക്ക് മതി, കളിക്കണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ അവിടുന്ന് ഒരു കടയിൽ കയറി കുറച്ച് സാധനം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. പിന്നെ ഗൗരി കൂടെ വന്നില്ല. ഗൗരി അങ്ങനെ വരാറൊന്നും ഇല്ല. ഗൗരിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ രാവിലെ എഴുന്നേക്കാനുള്ള മടിയാണ് ഒരു കാര്യം. പിന്നെ അവൾക്ക് വരുമ്പോഴത്തേക്കും 2 പേർക്കും കൂടെ വണ്ടിയിൽ ഇരുന്നാൽ കിടക്കണം. അപ്പം 2 പേർ കൂടെ കിടക്കാനുള്ള സ്ഥലം വണ്ടിക്കകത്തില്ല. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു വാഗനാറാണേ, അതുകൊണ്ട് 2 പേരും കൂടെ പിന്നെ ബഹളമായിരിക്കും. അപ്പം പിന്നെ ഗൗരി പറയും ഗൗരി വരുന്നില്ല, നിങ്ങൾ പൊക്കോ എവിടെ പോയാലും. പിന്നെ പലയിടത്ത് പോകുമ്പോഴും നമ്മൾ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുപോകുമ്പോഴാണ്
ദിവസങ്ങളിലാണ് അവൾ വരുന്നത്. പിന്നെ തണ്ട ഇത് ഞായറാഴ്ചയാണ്, 15-ാം തീയതി കഴിഞ്ഞു. 16-ാം തീയതിയാണ് നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. അപ്പോൾ ഈ മേളിലോട്ടുള്ള പരിപാടികളൊന്നും എനിക്കിങ്ങനെ കയറി നിന്ന് ചെയ്യാനൊക്കെ എനിക്ക് ഇച്ചിരി പേടിയാണ്. അതുമല്ല എനിക്ക് ഈ പൊടിയൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഒരു വയ്യാഴിക കൂടെ പുതിയതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കല്ലെങ്കിലും ഇങ്ങനെ മേളിലോട്ടുള്ള പണികളൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് അണ്ണനും പിന്നെ ഗൗരിയുമാണ്. ഗൗരിയും ഇത് താഴത്തെ ആ അപ്പിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടോ, അവിടെയൊക്കെ ഗൗരി ഞങ്ങൾക്ക് ചെയ്തു തന്നായിരുന്നു. പക്ഷേ അവൾക്ക് അവളുടെ വീഡിയോ ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴല്ലേ അവളെ കാണിക്കേണ്ടത്. അവൾ ചെറുതായിരുന്നപ്പം അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം അമ്പൂന് ഇഷ്ടമാണ്. അമ്പൂൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതിലും ഷെയർ ചെയ്യുന്നതിലും ഒക്കെ അമ്പൂന് ഇഷ്ടമായി. ഇനിയിപ്പോൾ അമ്പൂ വലുതാകുമ്പോൾ അമ്പൂനും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പം തന്നെ അമ്പൂനോട് ഞാൻ ചോദിച്ചിട്ടാണ് അമ്പൂൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ അമ്പൂ പറഞ്ഞിട്ടാണ് ഞാൻ അമ്പൂനെ ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അണ്ണൻ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡയറി കുറിപ്പ് പോലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇതിനകത്ത് ഓരോ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ അതൊക്കെ നമ്മൾ ഡയറിയിൽ എഴുതുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഓണപ്പരിപാടി ഒക്കെ എവിടെ വരെയായി? ഓണം ക്ലീനിങ് ഒക്കെ ആയോ? എല്ലാം വൃത്തിയാക്കിയോ? നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഇടുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഓണം ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആഘോഷങ്ങൾക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മെനയാക്കുമല്ലോ. അപ്പോൾ എന്താണ്ട് നമ്മൾ ഈ ഫാൻ തുടച്ചത് ഒരു തലവണ കവർ വെച്ചാണ്, ഒരു പഴയ ഒരു തലവണ കവറ്. അപ്പോൾ താണ്ട് ഒരു ആക്രിക്കാരൻ വന്നു, കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ തലവണ കവർ വെച്ച് ചെയ്താലുള്ള കാര്യം അറിയാമല്ലോ, ഈ അഴുക്കൊന്നും താഴെ വീഴാതിരുന്നോളും. അപ്പം പിന്നെ ഒരു സ്പ്രേ എടുത്ത് അടിച്ച് അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ അണ്ണൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ അടുക്കളയൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുക്കള എത്ര വൃത്തിയാക്കിയാലും എവിടെ വൃത്തിയാക്കിയാലും നമ്മൾ കുറച്ച് കഴിയുമ്പം പിന്നെയും അഴുക്കാവും, സ്വാഭാവികം. അത് അങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിലെ ആൾക്കാരുള്ളപ്പം അങ്ങനെയാണ്. പക്ഷെ നമ്മളതിനെ വൃത്തിയാക്കി തന്നെ വെച്ചുകൊണ്ടിരുന്നാലല്ലേ അത് വൃത്തിയായി കിടക്കത്തുള്ളൂ. അപ്പം ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം എപ്പോഴായാലും ഇങ്ങോട്ടുള്ള വൃത്തിയാക്കൽ പരിപാടിയൊക്കെ എപ്പോഴും ഉള്ളതാണേ, മാസത്തിൽ 1-2 പ്രാവശ്യം. അപ്പോൾ താണ്ട ഞാൻ ഈ കഴുകുന്ന ഈ സാധനം ഉണ്ടല്ലോ, നല്ല സൂപ്പറാണേ. പാത്രമൊക്കെ കഴുകാനും നല്ലതാണ്, ഈ ടൈൽസ് നല്ല വൃത്തിയാക്കാനും നല്ലതാണ്. എന്നിട്ട് ഞാനതെല്ലാം സോപ്പൊക്കെ ഇട്ട് ആ സ്പ്രേയും ഒക്കെ അടിച്ച് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് തുണി നനച്ച് ഒന്നുകൂടെ തുടയ്ക്കുവാണ്. പിന്നെ ഉണങ്ങിയ തുണി ഇട്ട് ഒന്നുകൂടെ തുടയ്ക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് ഈർപ്പമൊക്കെ പിടിച്ച് പൂപ്പലൊക്കെ വരും, അതും ശ്രദ്ധിക്കണമല്ലോ. അപ്പം അതെല്ലാം തുടച്ച് ഇത് ഞാൻ ഞായറാഴ്ച ചെയ്തു. അടുക്കള പകുതി ഭാഗം ഞാൻ തിങ്കളാഴ്ചയാണ് ചെയ്യുന്നത്. വിളക്കൊക്കെ വെച്ച് എണ്ണം പൂജ ചെയ്യണം. ഇങ്ങനെ ഇടണമോ? ഇങ്ങനെ ഇട്ടാൽ പോരെ? വേണ്ടേ? അപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലെ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടും അണ്ണന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാനൊരു പനീർ കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ഞാനൊരു റെസിപ്പി ആയിട്ട് എടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ കാണാത്തവരായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ റെസിപ്പി അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതിയേ. ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിട്ടുപോയ കാര്യം ഇതിനകത്ത് കൂടെ പറയാം. പിന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഈ കറിക്കകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 1-2.5 ഗ്ലാസോളം വെള്ളം ഈ ഒരു അളവിൽ ചേർക്കാൻ പറ്റും. എന്നാന്ന് വെച്ചാൽ ഈ കറി തിക്കാകുന്ന ഒരു കറിയാണ്. ചൂടാറുമ്പോഴത്തേന് ഇതിൻ്റെ ഗ്രേവി തിക്കായിട്ടിരിക്കും. അപ്പം അതിന് ലൂസായിട്ടിരിക്കാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, ചൂടുവെള്ളം ഒഴിക്കാമേ. അപ്പോൾ എന്താണ്ട് നമ്മൾ മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ കസൂരി മേത്തിയാണ് ഇട്ടിരിക്കുന്നത്, അതുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അമ്പൂൻ്റെ ടിഫിൻ എടുത്തിട്ടുണ്ട്. പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്പൂന് പനീർ കറിയും പൊറോട്ടയും കൊടുത്ത് അമ്പൂന് ടിഫിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടിഫിൻ എന്ന് പറയാൻ ഞാനിട്ട് ഈ ഒരു ഇത് മാത്രമേ ലഞ്ച് ബോക്സ് കൊടുത്തു വിടത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെയൊന്നും കൊടുത്ത് ഞാൻ വിട്ടിട്ടുമില്ല. അങ്ങനെയില്ല. എല്ലാം പിന്നെ പഠിക്കാൻ സമയം കാണത്തില്ലല്ലോ, കഴിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ഈ ഒരു ടിഫിൻ മാത്രമേ ഉള്ളൂ. വെള്ളവും കൊടുത്തു. അപ്പോൾ അമ്പൂൻ്റെ ടിഫിനൊക്കെ വയ്ക്കുവാണ്. തുറക്കുഞ്ഞു എനിക്ക് ഫോൺ കൈ പിടിച്ചതൊന്നും എടുക്കാൻ പറ്റുന്നു. ഇത് നമ്മുടെ ക്ലോക്ക് ഫാസ്റ്റാണേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 7:15 ഇതേ ഉള്ളൂ സമയം. ഇത് ഫാസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്.
അപ്പം നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് പച്ചക്കറിക്കടയുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഫ്രഷായിട്ട് മലയില വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ കറിക്കകത്തോട്ട്. അപ്പോൾ ഈ പനീർ കറിയുടെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. തൊട്ട് മുന്നത്തെ ദിവസം ഇട്ട വീഡിയോ ആണ്. പനീർ മഖാന എന്നാണ് കറിയുടെ പേര്. അപ്പോൾ അണ്ണൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയും അച്ചാറും പനീർ കറിയും പിന്നെ ഇച്ചിരി മിച്ചർ എല്ലാ ദിവസവും കൊണ്ടുപോകാറില്ല, ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. അച്ചാർ എനിക്ക് നാട്ടിൽ നിന്ന് മമ്മി തന്നു വിട്ടതാണ്. അപ്പോൾ അണ്ണൻ്റെ ടിഫിനൊക്കെ റെഡിയായി. അണ്ണനും ഓഫീസിലൊക്കെ പോയി. ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുവാണെങ്കിൽ ഇന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണിത്. ഈ തിങ്കളാഴ്ച. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക, ചാറ്റമഴയാണ്. ലൈറ്റും പോയി ഇവിടെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഫാസ്റ്റാണ് ഈ ക്ലോക്ക്. ഇപ്പം 8:30 ആകുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ 10 മിനിറ്റ് ഫാസ്റ്റ്. ആ ലൈറ്റും വന്നു കണ്ടോ. എല്ലാ ബഹളവും കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയാണ് അടുക്കള കിടക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാനൊരു വ്ലോഗ് എടുക്കുമല്ലേ, അപ്പോൾ അത് ഇതിനകത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം നമുക്ക് എത്ര വെള്ളം വേണമോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിക്കായിക്കോളും. അത് തിക്കായതിന് കാരണം മഖാന പൊടിച്ച് ചേർത്തതാണേ. 2 ഗ്ലാസ് വരെ വെള്ളം, 2.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കാം. കറി കുറച്ച് തിളച്ച് കഴിഞ്ഞ് ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് ആ എണ്ണ വെച്ച് ചെയ്യാം. അതിന് പ്രത്യേക എണ്ണയുടെ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ബട്ടർ ഇട്ടു. നിങ്ങൾക്ക് ബട്ടർ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഇടണ്ട. ആ ഒരു കറിയുടെ കറക്റ്റ് റെസിപ്പി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താണ്ട ഞാൻ എല്ലാവരും പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. അടുക്കളയെല്ലാം ഒന്നുകൂടൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഞാൻ ഇന്നലെ ഞായറാഴ്ച പകുതി ഭാഗമേ വൃത്തിയാക്കിയുള്ളെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇന്നാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ ദണ്ട് ഇത് ഈ ഒരു ട്രേക്കകത്താണ് ഞാനിപ്പം എണ്ണയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ദണ്ട് ഈ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റിക്കറായിരുന്നേ, നല്ലൊരു പടമായിരുന്നു. അപ്പോൾ അത് കളയണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ വെച്ച്, അപ്പോൾ എണ്ണ എല്ലാം കൂടെ പിടിച്ചതിൽ അങ്ങ് ഒട്ടിപ്പോയി. ഇനി അത് പോകുന്നുമില്ല. അപ്പോൾ ഞാൻ അതിനെ ഫോയിൽ പേപ്പർ വെച്ചാണ് എപ്പോഴും പിന്നെ വെക്കാറുള്ളത്. ഫോയിൽ പേപ്പർ ആകുമ്പോഴത്തേന് അതിനെ പിന്നെ അഴുക്കാകുമ്പോൾ എടുത്ത് അങ്ങ് മാറ്റിയാൽ മതിയല്ലോ. ന്യൂസ് പേപ്പറൊക്കെ ഇട്ടാൽ ഇത് തന്നെ അവസ്ഥ, അങ്ങനെ അങ്ങ് പിടിച്ചു പോകും. ഇളക്കി മാറ്റാനും ഒക്കെ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോയിൽ പേപ്പർ വെച്ച് വെക്കുന്നത്. അപ്പോൾ തേണ്ട ഇതെല്ലാം ഒന്ന് തേച്ചൊരച്ച് വൃത്തിയാക്കുവാണ്. എന്നിട്ട് ഇവിടെയാണെങ്കിൽ ഭയങ്കര പൊടിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ പൊടി കുറവാണ്. എനിക്ക് ഈ പൊടി കുറവുള്ളതാണ്, ഈ ഒരു കാലാവസ്ഥയാണ് എനിക്കിഷ്ടവും. പിന്നെ തണുപ്പ് വരുന്നത്, തണുപ്പത്ത് മഞ്ഞൊക്കെ വീഴുമ്പോഴത്തേക്കിനും പൊടി കാണത്തില്ല. പിന്നെ അല്ല, ഈ ചൂടത്ത് ഭയങ്കര പൊടിയുമാണ് കാറ്റുമാണ്. അതാണ് എനിക്ക് ഈ പ്രാവശ്യം തന്ന ഒരു പണിയും, ശ്വാസം മുട്ടൽ. അങ്ങനെ പൊടിയടിച്ചാണ് ശ്വാസം മുട്ടൽ ഉണ്ടാകാൻ കാരണമായത്. അപ്പോൾ അതാണ്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അമ്പു ഇങ്ങെത്തും, ഗൗരി ഇങ്ങെത്തും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. ടിഫിൻ അമ്പുവിൻ്റെയും ഗൗരിയുടെയും അണ്ണൻ്റെയും അമ്പുവിൻ്റെയും ടിഫിൻ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഗൗരിയുടെ ടിഫിനാണെങ്കിൽ ഗൗരിക്ക് ഇന്നലെ നേരത്തെ പോകണമായിരുന്നു സ്കൂളിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗരിയുടെ ടിഫിനൊക്കെ എടുത്തു കൊടുത്ത് വിട്ടുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് പിന്നെ അവളെ ഇങ്ങനെ കാണിക്കേണ്ടെന്ന് അവൾക്ക് താല്പര്യമില്ലയെന്നും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളുടെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞതും. അപ്പം അതുകൊണ്ട് ഗൗരി നേരത്തെ പോയായിരുന്നേ. പിന്നെ വേണ്ട, ഞാനിതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ഫോണുണ്ടല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടാണ് എനിക്കിഷ്ടം. പക്ഷെങ്കിൽ ഇത് സ്റ്റാൻഡിലെടുത്ത് വെച്ചിട്ട് പിന്നെ അതിനെ പോയി നോക്കാനും പിന്നെ ഓൺ ചെയ്യാനും ഒക്കെ സമയം പോകും. ഇപ്പം ഈ ഒരു ജോലി തന്നെ ഞാൻ അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ടത് ഞാൻ 1.5 മണിക്കൂർ കൊണ്ടാണ് ചെയ്ത് തീർത്തത് തന്നെ, വീഡിയോ എടുക്കുന്നത് കൊണ്ട്. പിന്നെ ഇപ്പം ഞാനിതൊരു ചെറിയൊരു സ്റ്റാൻഡിലോട്ട് ഒരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ഈ കാണിക്കുന്നത്. എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അപ്പം താണ്ട് ഞാനതെല്ലാം ചെയ്ത് നമ്മുടെ അടുക്കള ഈ ഒരു കോലത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസത്തേനേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്നത്. ഒരു
ഒരാഴ്ച ആകുമ്പോഴത്തേന് ഞാൻ തന്നെ ഇതിൻ്റെ ഈ സൈഡ് വശത്തുണ്ടല്ലോ ഞാനിങ്ങനെ കവറുകൾ കൊണ്ടുവെക്കും. കവറെന്ന് വെച്ചാൽ അണ്ണന് ടിഫിനൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന കവറുകൾ കിട്ടുമ്പോഴത്തേന് ഞാൻ അതിനെ ഒതുക്കി മടക്കി അങ്ങോട്ടങ്ങ് വെക്കും, എളുപ്പത്തിന് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം തുടച്ച തുണിയാണ് ഞാൻ വെള്ളത്തിൽ മുക്കി തിളപ്പിക്കുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് തിളച്ച് നമ്മുടെ തുണിയെല്ലാം വൃത്തിയായി കിട്ടും. അങ്ങനെ നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ ഈ തുണി വൃത്തിയാക്കാനായിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ സോഡാപ്പൊടിയും ഉപ്പും നമ്മുടെ ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ അമ്പുക്കുഞ്ഞ് വന്നിട്ടുണ്ടേ. കേട്ടോ, അമ്പു വന്നിട്ട് ഇതുവരെയായിട്ടും അമ്മയുടെ പണിയൊന്നും തീർന്നിട്ടില്ല. ബാ 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 അടച്ചോളൂ അമ്പു കേട്ടോ. ഇതാണോ അവളുടെ മുഖം? ആണ്. വെള്ളം കുടിച്ചില്ലേ? കുടിച്ചോ? എന്നാ ഇനി യൂണിഫോം ഒക്കെ മാറ്റുക കേട്ടോ. ഉണ്ടോ? പോകുന്നുണ്ട്. അതൊക്കെ വേണം. ശരി. അപ്പം മിക്കയിടവും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നേ. ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തു, സമയമില്ലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.